ഹരിത സർ, ജപ്പാനെ മറികടന്ന് ഇന്ത്യ ലോകത്തെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുന്നു. ഇവിടെ എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2014 പ്രധാനമന്ത്രിയായി വന്നതിന് ശേഷം മുതൽ പലരും പ്രതിപക്ഷ പാർട്ടികളും ഉൾപ്പെടെ പറഞ്ഞിരുന്ന ഒരു പ്രധാന വിമർശനം, രാജ്യത്ത് അദ്ദേഹത്തിനെ കാണാൻ കിട്ടുന്നില്ല, വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന തിരക്കിലാണ് മോദി. അങ്ങനെ പലതരത്തിലുള്ള വിമർശനങ്ങൾ അവിടം മുതൽ തുടങ്ങിയ വിമർശനമാണ് ഇന്ന് ഈ 2025 ആഫ്റ്റർ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷവും അദ്ദേഹം നേരിടേണ്ടി വരുന്ന വിമർശനങ്ങൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്, നമുക്കൊക്കെ അറിയാം. പക്ഷേ അദ്ദേഹത്തിന് ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു. അതിന്റെയൊക്കെ ഒരു റിസൾട്ട് എന്ന് പറയുന്നതാണ് 2025 ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറുന്നു, ജപ്പാനെ പോലെ ഒരു രാജ്യത്തെ പിന്തള്ളി എന്നുള്ളത്. എന്റെ ഒരു ചോദ്യം, ഇതിനു വേണ്ടി ഈ വിമർശനങ്ങൾക്കിടയിലൊക്കെ മോദി രാജ്യത്ത് നടപ്പിലാക്കിയ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രധാന അജണ്ട എന്തൊക്കെയായിരുന്നു? ഏതൊരു ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന മുഹൂർത്തമാണിത്. ലോകത്തിലെ നാലാമത്തെ സമ്പദ് വ്യവസ്ഥയായിട്ട് ഇന്ത്യ മാറിയിരിക്കുന്നു. അതുമാത്രമല്ല, ഇന്ന് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വികസിച്ചു കൊണ്ടിരിക്കുന്ന സമ്പദ്ഘടനയും സമ്പദ് വ്യവസ്ഥയും ഇന്ത്യയുടേതാണ്. അത് എളുപ്പത്തിൽ നേടിയെടുക്കാൻ കഴിഞ്ഞ കാര്യങ്ങളല്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന സമയത്ത് ലോക സമ്പദ്ഘടനയിൽ ഇന്ത്യയുടെ സ്ഥാനം 10ാമതായിരുന്നു. ആ 10ൽ നിന്നാണ് ഇന്ത്യ ഇന്നിപ്പോ 4ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നീതി ആയോഗിന്റെ മുഖ്യമന്ത്രിമാർ പങ്കെടുത്ത സമ്മേളനത്തില് വ്യക്തമാക്കപ്പെട്ട ഒരു കാര്യം, ഏറെ താമസിയാതെ 2027 ഒക്കെ ആകുമ്പോഴേക്കും 28-ന് മുമ്പ് തന്നെ 3ാം സ്ഥാനത്തേക്ക് ഇന്ത്യ കാലെടുത്ത് വയ്ക്കും എന്നാണ്, ജർമ്മനിയെ പിന്നലാക്കിക്കൊണ്ട്. അതിന് തക്കവണ്ണമുള്ള നടപടികള്, ഭരണപരിഷ്കാരങ്ങള്, സാമ്പത്തിക രംഗത്തുള്ള മാറ്റങ്ങള് ഒക്കെ തന്നെ നരേന്ദ്രമോദി ഗവൺമെന്റ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എങ്ങനെയാണ് മോഡി, എന്തായിരുന്നു മോഡി ഈ നിലയ്ക്കുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള, അല്ലെങ്കിൽ എന്തൊക്കെ നടപടികളാണ് നരേന്ദ്രമോദി ഇതിനു വേണ്ടി എടുത്തത്? കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നമ്മൾ കാണുന്ന ഒരു ശൈലി, ഇന്ത്യയിൽ നടന്നിരുന്ന ഒരു ശൈലി സ്റ്റാറ്റസ് കോ ഭരണമാണ്. പരിഷ്കാരങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ ഭരണകൂടങ്ങൾ തയ്യാറല്ലായിരുന്നു. ഉദ്യോഗസ്ഥന്മാർക്കും അത്തരത്തിലുള്ള റിസ്ക് എടുക്കാനുള്ള ഒരു സന്നദ്ധത കാണാനില്ലായിരുന്നു. കാരണം റിസ്ക് ഫാക്ടർ അവിടെയുണ്ട്. ഒരു തീരുമാനം എടുത്തു കഴിയുമ്പോൾ അത് പാളിപ്പോയാൽ, അത് പ്രത്യേകിച്ച് എക്കണോമിക് സെനിയോറിയോയില്, സാമ്പത്തിക മേഖലയിലും നടപടികൾ പാളിപ്പോയാൽ അത് രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ ഗുരുതരമായിട്ട് ബാധിക്കും എന്നുള്ള ആശങ്ക ഭരണ നേതൃത്വത്തിനുണ്ടായിരുന്നു, ഉദ്യോഗസ്ഥ മേധാവികൾക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സ്റ്റാറ്റസ് കോ, ഇന്ന് നിലവിലുള്ള സംവിധാനങ്ങൾ തുടരട്ടെ, ഇന്ന് നിലവിലുള്ള സമ്പ്രദായം തുടരട്ടെ എന്നതായിരുന്നു അവരുടെ ഒരു കാഴ്ചപ്പാട്. ഭരണ നേതൃത്വം എന്തെങ്കിലും മാറ്റങ്ങൾ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ പോലും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമം ഉദ്യോഗസ്ഥരിൽ നിന്നും ഉണ്ടായിരുന്നു. പക്ഷെ നരേന്ദ്രമോദി വന്നതിന് ശേഷം നമ്മൾ കണ്ടത്, ആവശ്യമായ രംഗത്തൊക്കെ ആവശ്യമായ പരിഷ്കാരങ്ങൾ, മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ള വ്യവസ്ഥയായിരുന്നു. അതിന് വളരെ ആഴത്തിലുള്ള വിസ്തൃതമായ ചിന്തകൾ നടന്നിരുന്നു. നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, മോഡി ആദ്യം സ്വീകരിച്ച ഒരു നിലപാട് എന്താ? നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ ബാങ്ക് അക്കൗണ്ട് വേണം. ബാങ്കിങ് രംഗത്ത് ഒരു വലിയ സമഗ്രമായ പരിഷ്കാരം വേണം, ജൻധൻ യോജന. സ്ത്രീകൾക്കുൾപ്പെടെ, ഇന്ത്യയിലെ സ്ത്രീകൾക്ക്, കോടിക്കണക്കിന് സ്ത്രീകൾക്കുൾപ്പെടെ ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനുള്ള ഒരു സംരംഭം തുടങ്ങി. അത് വലിയ വിജയമായിരുന്നു. അതിനുശേഷം നമ്മുടെ സബ്സിഡികൾ, റേഷൻ സബ്സിഡി, LPGയുടെ സബ്സിഡി, അങ്ങനെയുള്ള ഗവൺമെന്റ് ജനങ്ങൾക്ക് കൈമാറുന്ന സബ്സിഡി ഉൾപ്പെടെയുള്ള ഒരു ധനസഹായങ്ങൾ ഉൾപ്പെടെ ത്രൂ ബാങ്ക് അക്കൗണ്ട് പോകണം എന്ന് തീരുമാനിച്ചു. നമ്മളിവിടെ ഓർക്കേണ്ട ഒരു കാര്യം,
രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. നിങ്ങൾ 1 രൂപ ജനങ്ങൾക്ക് നൽകിയാൽ അത് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് 15 രൂപയാണ്. 85 രൂപ വഴിമാറി പോകുന്നു, വകമാറി ചെലവഴിക്കപ്പെടുന്നു, അല്ലെങ്കിൽ മറ്റു പലരുടെ പോക്കറ്റുകളിലേക്ക് പോകുന്നു. നരേന്ദ്രമോദി ആദ്യം തീരുമാനിച്ചത് ആ ആ ഒരു 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 തട്ടിപ്പ് അല്ലെങ്കിൽ സാമ്പത്തിക ക്രമക്കേട് ഒഴിവാക്കണം. അതിനാണ് ആദ്യമായിട്ട് ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയത്. നിങ്ങൾക്ക് ഒരാൾക്ക് പൈസ കൊടുക്കണമെങ്കിൽ ഹി വിൽ ഹാവ് അല്ലെങ്കിൽ ഷീ വിൽ ഹാവ് എ ബാങ്ക് അക്കൗണ്ട്. ആ ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ തീരുമാനിച്ചു. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഡിജിറ്റൽ എക്കണോമിയെ കുറിച്ച് ചിന്തിച്ചത്. ഇന്ത്യയിലെ ട്രാൻസാക്ഷൻസ് മുഴുവൻ, സാമ്പത്തിക ഇടപാടുകൾ കഴിയുന്നതും ഡിജിറ്റൽ ആവണം. പണമിടപാടുകൾ കുറയ്ക്കണം. അവിടെ 2 കാര്യങ്ങൾ അദ്ദേഹം ഒന്നിച്ചു ചെയ്തു. ഒന്ന്, ഡിജിറ്റൽ എക്കണോമിയെ കുറിച്ചുള്ള ചിന്ത, അതിനുള്ള പ്രചാരണം വർദ്ധിപ്പിച്ചു. അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി. റുപേ കാർഡും ഒക്കെ കൊണ്ടുവന്നത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. ഒരു നിശ്ചിത എമൗണ്ടിൽ കൂടുതൽ ക്യാഷ് കൊടുത്തുകൂടാ എന്ന് തീരുമാനമെടുത്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള സംഭാവനയുടെ കാര്യത്തിൽ പോലും ഒരു നിശ്ചിത തുക കഴിഞ്ഞാൽ ക്യാഷ് ആയിട്ട് കൊടുത്തുകൂടാ. അത് അത് ഡിജിറ്റൽ പേയ്മെന്റ് ആയിരിക്കണം, ബാങ്ക് ട്രാൻസ്ഫർ ആയിരിക്കണം, അല്ലെങ്കിൽ ബൈ ത്രൂ ക്രോസ് ചെക്ക് ആയിരിക്കണം എന്നുള്ള നിബന്ധനകൾ കൊണ്ടുവന്നില്ലേ? അതേപോലെ ഇന്ത്യയിലും നരേന്ദ്രമോദി കൊണ്ടുവന്നു. അന്ന് ഞാൻ ഓർക്കുന്നു, ചിദംബരത്തെ പോലുള്ള പഴയ ധനകാര്യ മന്ത്രിമാര്, കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാര് പാർലമെന്റിൽ മോഡിയുടെ മുഖത്ത് നോക്കി ചോദിച്ചു, ഇന്റർനെറ്റ് ഇല്ലാത്ത ലോകത്ത്, ടെലിഫോൺ കണ്ടിട്ടില്ലാത്ത ആൾക്കാരുടെ ഇടയിലേക്ക് നിങ്ങൾ ഡിജിറ്റൽ പേയ്മെന്റുമായിട്ട് പോയാൽ അത് വിജയിക്കുമോ? ഞാൻ ഓർക്കുന്നത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഡൽഹിയിൽ നിന്നൊരു സംഘം ഉത്തർപ്രദേശിൽ ഇലക്ഷൻ ക്യാമ്പയിന് പോയി, ഒരു മാധ്യമ സംഘം. അവരവിടെ ചെല്ലുമ്പോ യാത്ര, അവരുടെ ഇലക്ഷൻ ക്യാമ്പയിൻ റിപ്പോർട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ, ഒരു രാത്രി വരുമ്പോൾ UP-യിലെ ഒരു കുഗ്രാമത്തിൽ നിർത്തിയിട്ട് ചായ കുടിക്കാൻ പോയി. ഒരു പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് പത്രം 1-ാം പേജിൽ കൊടുത്ത വാർത്തയാണെന്ന്. അവിടെ ഇറങ്ങിയിട്ട് ഒരു ചായയും ഒരു രാത്രി 11 മണി മറ്റേ കിട്ടുന്ന കട്ടക്കാപ്പിയും കുടിക്കുമ്പോൾ അവിടെ ഒരു വൃദ്ധനായ ചായക്കടക്കാരൻ, അദ്ദേഹം പത്നിയുണ്ട്. ആ കടയില് സോളാർ ലാമ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ചായ കഴിച്ചതിന്റെ പൈസ കൊടുക്കാൻ നോക്കുമ്പോൾ കയ്യിൽ ചില്ലറയില്ല. ആ വയോവൃദ്ധനായ ചായക്കടക്കാരൻ പറയാ, നിങ്ങളുടെ ഗൂഗിൾ പേ ഇല്ലേ, നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യൂ. എന്നിട്ട് ഈ പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് പത്രം റിപ്പോർട്ട് ചെയ്തത് നരേന്ദ്രമോദി നടത്തിയ വിപ്ലവത്തിന്റെ ഒരു ദൈർഘ്യമാണ്, അല്ലെങ്കിൽ അതിന്റെ ആഴമാണ്. അപ്പൊ എല്ലാ മേഖലകളിലും അക്ഷരാഭ്യാസമില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത ആൾക്കാർക്കിടയിലേക്ക് പോലും ഡിജിറ്റൽ പേയ്മെന്റ് ഇന്ന് സ്വാഭാവികമാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ കപ്പലണ്ടി കച്ചവടക്കാരനും മത്സ്യം വിൽക്കുന്നവനും പലചരക്കടക്കാരനും ചെറിയ പെട്ടിക്കടക്കാരനും ഒക്കെ ഡിജിറ്റൽ പേയ്മെന്റ് അക്സെപ്റ്റബിൾ ആണ്, അവർക്ക് അത് മതി. അപ്പൊ ഈ ഡിജിറ്റൽ പേയ്മെന്റിലൂടെ വന്ന വലിയ മാറ്റം ഇന്ത്യയിലെ എല്ലാ ട്രാൻസാക്ഷൻസും അക്കൗണ്ട് ചെയ്യപ്പെടുന്നു എന്നതാണ്. കള്ളപ്പണം ഒരു പരിധിവരെ നമ്മുടെ വഴിയിൽ നിന്ന് മാറി നിന്നു. അതിനൊപ്പമാണ് അദ്ദേഹം നോട്ട് നിരോധനം കൊണ്ടുവന്നത്. നോട്ട് നിരോധനം കൊണ്ടുവരുമ്പോൾ ഒരുപാട് ആക്ഷേപമുണ്ടായി, കുറെ പരിമിതികൾ ഉണ്ടായിരുന്നു. ആ പരിമിതികൾ ഇത്തരം ഒരു തീരുമാനം എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ് എന്നത് അറിയാതെ രാഷ്ട്രീയമായ വിമർശനങ്ങളൊന്നും നടത്തി. പക്ഷെ അതും വലിയ വിജയമായിരുന്നു. കള്ളപ്പണം നമ്മുടെ പൊതുമണ്ഡലത്തിൽ നിന്ന് നിർമാർജനം ചെയ്യുന്നതിൽ മോഡി വലിയ വിജയം വരിച്ചു. അന്ന് മൻമോഹൻ സിംഗ് നടത്തിയ ഒരു പ്രസ്താവന ഉണ്ട് ഈ തീരുമാനം എടുക്കുമ്പോൾ. ബ്ലാക്ക് മണി ഇന്ത്യൻ എക്കണോമിയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. എക്കണോമിയെ ബൂസ്റ്റ് ചെയ്യുന്നതിൽ ബ്ലാക്ക് മണിക്ക് ഒരു റോളുണ്ട്. മോഡിയുടെ തീരുമാനം ശരിയാണെന്ന് ഞാൻ പറയില്ല, തെറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നാണ് ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കൂടിയായ മൻമോഹൻ സിംഗ് എന്ന് പറഞ്ഞത്. പക്ഷെ മോഡി തീരുമാനിച്ചു, പെട്ടെന്ന് തീരുമാനമെടുത്തു, നടപ്പിലാക്കി. വേറൊന്ന് GST, ഒരു ഇന്ത്യ ഒരു നികുതി. മുമ്പ് പല കാലത്തും പലരും ആലോചിച്ചിരുന്നതാണ്, വാജ്പേയി സർക്കാരിന്റെ കാലം മുതൽ ഉണ്ടായിരുന്ന ചിന്തയാണ്. പക്ഷെ അത് നടപ്പില്ല. എല്ലാവരും ഒന്നിച്ച് ഒരു കൊടക്കീഴിലിരുത്തി എല്ലാവരുടെയും പ്രശ്നങ്ങൾ കേട്ട് പരിഹാരം കണ്ടുകൊണ്ട് അത് നടപ്പിലാക്കാൻ മോഡിക്ക് കഴിഞ്ഞു. GST വിമർശിച്ചവർ ഒരുപാട് പേരുണ്ട്. പക്ഷെ GST വന്നപ്പോ തങ്ങളുടെ സമ്പദ്ഘടന ഉയർന്നു എന്ന് പറയുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് എത്രയുണ്ട്? കേരളം പോലും അവസാനം സമ്മതിക്കുന്നില്ലേ നമുക്ക് വരുമാനം കൂടിയെന്ന്?
അതുപോലെ തന്നെ വ്യവസായ രംഗത്ത് നരേന്ദ്രമോദി നേരത്തെ നീതു സൂചിപ്പിച്ചല്ലോ, നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനങ്ങളൊക്കെ പലപ്പോഴും ആക്ഷേപങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്, പ്രതിപക്ഷത്തിന്റെ ആക്ഷേപങ്ങൾക്ക്. പക്ഷെ മോഡി വിദേശത്ത് പോകുന്ന ഓരോ ഘട്ടത്തിലും അതിനൊപ്പം ഇന്ത്യയുടെ വ്യാവസായിക, വാണിജ്യ, സാമ്പത്തിക താല്പര്യങ്ങൾ കൂടി മനസ്സിൽ പേറിയിരുന്നു. ഓരോ യാത്ര കഴിഞ്ഞ് അദ്ദേഹം മടങ്ങുന്ന സമയത്ത് ഇന്ത്യക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കപ്പെടുമായിരുന്നു. അങ്ങനെ ഇന്ത്യയിലെ പ്രമുഖ വ്യവസായങ്ങൾ പലതും ഇന്ത്യയിലേക്ക് വന്നു. ഒരു കാലത്ത് ചിന്തിക്കാൻ വയ്യാത്ത വണ്ണം ഇപ്പൊ മൊബൈൽ ഫോൺ ഒരു ഉദാഹരണമാണ്. പഴയ കാലത്ത് മൊബൈൽ ഫോണുകൾ മുഴുവൻ ചൈനയുടെയും കൊറിയയുടെയും ഒറ്റ ഇറക്കുമതി ചെയ്യുന്നതാണ്. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോൺ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നായിട്ട് ഇന്ത്യ മാറി. 2 ലക്ഷം കോടി രൂപയുടെ മൊബൈൽ ഫോണുകളാണ് 24-25 വർഷം ഇന്ത്യ കയറ്റുമതി ചെയ്തത്. മറ്റൊന്ന് പ്രതിരോധ രംഗത്തുള്ള മാറ്റം. പഴയ കാലത്ത് ആയുധങ്ങൾ വാങ്ങുക എന്നതൊരു ശുദ്ധ തട്ടിപ്പായിരുന്നു. അതിന് ദല്ലാൾമാര്. മോഡി വന്നപ്പോൾ ആദ്യം എടുത്ത തീരുമാനം ആയുധങ്ങൾ നമ്മൾ വിദേശത്ത് നിന്ന് വാങ്ങും, പക്ഷെ അത് സർക്കാർ ടു സർക്കാർ, ഗവൺമെന്റ് ഡീലായിരിക്കും, ഇടനിലക്കാരില്ല. നമ്മൾ റഫാൽ വാങ്ങിയത് ഫ്രഞ്ച് ഗവൺമെന്റുമായിട്ട് ചർച്ച ചെയ്തിട്ടാ, പണം ഫ്രഞ്ച് ഗവൺമെന്റിനാ കൊടുക്കുന്നേ. അപ്പൊ കമ്മീഷൻ ഇല്ല, ദല്ലാൾമാരില്ല. മരുന്ന് രംഗത്ത് ഇതേപോലെ തന്നെ സമഗ്ര പരിഷ്കരണം കൊണ്ടുവന്നു. ഇപ്പൊ ഡിഫൻസ് രംഗത്തെ കുറിച്ച് പറഞ്ഞല്ലോ. ഡിഫൻസ് രംഗത്ത് ഇത് മാത്രമല്ല, ലോകത്തുള്ള ഏത് കമ്പനിക്കും ഇന്ത്യയിൽ വന്ന് പണം നിക്ഷേപിക്കാനുള്ള അവസരം കൊടുത്തു. ഇവിടെ ഫാക്ടറികൾ തുടങ്ങാൻ പറഞ്ഞു. ഇന്ത്യ ഒരു ആയുധം വാങ്ങുന്നുണ്ടെങ്കിൽ ആ ആയുധം പിന്നീട് ഇന്ത്യയിൽ നിർമ്മിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം കൂടി അവർക്ക് വന്നു. ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫൻസ് പ്രോഡക്ട്സ് എക്സ്പോർട്ടറായിട്ട് ഇന്ത്യ മാറി. ഈ കഴിഞ്ഞ 24-25 വർഷത്തില് നമ്മൾ ആയുധങ്ങൾ കയറ്റുമതി ചെയ്തത് 23,622 കോടി രൂപയുടേതാണ്. മോഡി വച്ചിട്ടുള്ള ടാർഗറ്റ് 50,000 കോടി രൂപയുടെ ആയുധം കയറ്റുമതി ചെയ്യുന്ന രാജ്യമായിട്ട് 29-30 ആകുമ്പോഴത്തേക്ക് മാറണം എന്നതാണ്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഇസ്രായേൽ പോലും ഇന്ത്യയിൽ നിന്ന് ചില ആയുധ പ്രതിരോധ സാമഗ്രികൾ വാങ്ങുന്ന സ്ഥിതി ഉണ്ടായി. ഒരു കാലത്ത് നമ്മൾ ഇസ്രായേലിന്റെ പുറകെ നടന്നതാണ്. ഇന്ന് ഇസ്രായേൽ പോലും ഇന്ത്യയ്ക്കൊപ്പം വരുന്നു. അപ്പോ അങ്ങനെ ഒരു വലിയ മാറ്റം ഇന്ത്യയിൽ കൊണ്ടുവന്നു. എല്ലാ മേഖലകളിലും പരിഷ്കാരം കൊണ്ടുവന്നു. അത് രാജ്യത്തിന്റെ എക്കണോമിയെ പുഷ്ടിപ്പെടുത്തി. ഇന്ത്യ ഇന്ന് തലയുയർത്തി നിൽക്കുകയാണ് ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ. നരേന്ദ്രമോദി ഇന്ന് അഭിമാനത്തോടെ നിൽക്കുകയാണ്. നമ്മൾ ഇന്ന് ലോകത്തെ 4ാമത്തെ സാമ്പത്തിക ശക്തിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വേഗത്തിൽ വികസിക്കുന്ന സാമ്പത്തിക ശക്തിയാണ്. ഒരു യുദ്ധത്തിന്റെ പിന്നാലെയാണ് നമ്മൾ. ഓപ്പറേഷൻ സിന്ദൂർ പിന്നിട്ടിട്ടില്ല, നമ്മൾ അത് അവസാനിപ്പിച്ചിട്ടില്ല എന്ന് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്തരം ഒരു യുദ്ധത്തിന് ശേഷവും, സാധാരണ ഒരു യുദ്ധം കഴിയുമ്പോൾ ഒരു രാജ്യം സാമ്പത്തികമായിട്ട് മാത്രമല്ല മാനസികമായിട്ട് തളരാറാണ് പതിവ്. പക്ഷെ ഇവിടെ മോഡിയുടെ ഇന്ത്യ സാമ്പത്തിക രംഗത്ത് കുതിച്ചു കയറുന്നു. 4ാം സ്ഥാനത്ത് നിന്ന് 5ാം സ്ഥാനത്ത് നിന്ന് 4ാം സ്ഥാനത്തേക്ക് എത്തുന്നു. ജനങ്ങളും സന്തുഷ്ടരാണ്. അതാണ് മോഡി ഇന്ത്യയിൽ ഉണ്ടാക്കിയ മാറ്റം. അതിന് നമ്മൾ അഭിമാനത്തോടെ പറയാം. നരേന്ദ്രമോദിയുടെ മാത്രം വിജയമാണെന്ന് ഞാൻ പറയില്ല. ഇന്ത്യ മുഴുവൻ ഒന്നിച്ച് നരേന്ദ്രമോദിക്കൊപ്പം നിന്നതിന്റെ നേട്ടം കൂടിയാണിത് എന്നതാണ് സത്യം. അതാണ് സാർ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാത്രം വിജയമായി ഇതിനെ കാണാൻ കഴിയില്ല. ഇന്ത്യ അദ്ദേഹത്തിനൊപ്പം നിന്നു എന്നതാണ്. പക്ഷെ കൃത്യമായി മുന്നിൽ നിന്ന് നയിക്കാൻ അങ്ങനെ ഒരാൾ ഉണ്ടായതുകൊണ്ടാണ്, അങ്ങനെ ഒരു പ്രധാനമന്ത്രി ഇന്ന് ഇന്ത്യക്ക് ഉണ്ടായതുകൊണ്ടാണ് ലോകത്തിലെ 4ാമത്തെ സമ്പദ് വ്യവസ്ഥ എന്നുള്ള വലിയൊരു വളർച്ചയിലേക്ക് ഇന്ത്യ എത്തിയത്. അതും ജപ്പാനെ പോലൊരു രാജ്യത്തെ മറികടന്നുകൊണ്ട്. വരും വർഷങ്ങളിൽ ഇന്ത്യ കൂടുതൽ ഉയരത്തിലെത്തുമെന്ന കാര്യം വ്യക്തമാണ്. പക്ഷെ ഇതിനെല്ലാം പുറമെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു പ്രധാന വസ്തുത എന്ന് പറയുന്നത്, പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നുണ്ടായ അത്യധികമുണ്ടായ വളരെ ശക്തമായ വിമർശനങ്ങൾക്കിടയിൽ രാജ്യത്തെ എവിടെ എത്തിക്കണം, രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യണം, വിദേശ രാജ്യങ്ങളിലെ യാത്രയ്ക്കൊടുവിൽ ഹരിദാസ് സാർ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യക്ക് എന്ത് ലഭിക്കും, രാജ്യത്തിന് എന്ത് ലാഭമുണ്ടാവും
ഈ സന്ദർശനത്തിടെ എന്നത് മാത്രമായിരുന്നു പ്രധാനമന്ത്രിയുടെ മനസ്സിൽ, അല്ലെങ്കിൽ അതിനുള്ള പദ്ധതികളായിരുന്നു ഓരോ വിദേശയാത്രയും എന്ന് വേണം കരുതാൻ. അത്തരത്തിൽ വ്യവസായ രംഗത്ത്, പ്രതിരോധ രംഗത്തൊക്കെ ഇന്ത്യയെ വളർത്തുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ലെങ്കിൽ ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ നിർണായക പങ്ക് വഹിച്ചു 2014 മുതൽ എന്ന കാര്യവും വ്യക്തമാണ്. താങ്ക് യു ഹെഡ്ജ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.